നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് സാറ്റർഡേ ലാലേട്ടൻ വന്നിട്ടുള്ള എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം പറയാണ്ട്, നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഈ ഒരു ഇൻട്രോ സോങ് ഉണ്ടല്ലോ വിജയ് യേശുദാസ് പാടിയിട്ടുള്ളത്, അതായത് ലോകത്തിൻ ഗതി അറിയാതെ ഒരാൾ ഒറ്റയ്ക്ക്, ഒരു കണ്ടസ്റ്റൻസ് ഒറ്റയ്ക്ക് പോയി 50 ലക്ഷം അല്ലെങ്കിൽ ഫ്ലാറ്റോ എന്തെങ്കിലും എന്തായാലും അത് നേടാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ചെന്ന് കളിക്കേണ്ട കളി, 2 പേരാക്കി കളിച്ച കളി, ഇപ്പോൾ 2 പേര് സ്പ്ലിറ്റായ കളി ഇപ്പോൾ ഫാമിലി ഏറ്റെടുത്തൊരു കളിയായി മാറിയിരിക്കുകയാണ്. ഏത് ഫാമിലി എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ജാസ്മിൻ ജാഫറിൻ്റെ കൂടെ കളിക്കാൻ ജാസ്മിൻ ജാഫറിൻ്റെ ഫാമിലിയും കൂടി എത്തിയിട്ടുണ്ട്. അതിന് ഒരുപാട് പേര് സപ്പോർട്ടും ഉണ്ട്. അത് പ്രേക്ഷകരെ, ഇതൊക്കെ സമയം മെനക്കെടുത്തിയിട്ട് കാണുന്ന പ്രേക്ഷകരെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന ബിഗ് ബോസ് ഉണ്ട്, അത് അവതരിപ്പിക്കുന്ന ലാലേട്ടനും ഉണ്ട് എന്നുള്ള ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു ലാലേട്ടൻ ഉദ്ദേശിച്ചത് ലാലേട്ടന് പുള്ളിക്ക് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് പ്രകാരമാണ് പുള്ളി വായിക്കുന്നത്. കറക്റ്റ്. പക്ഷെ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ, ഒരു ടീമായിട്ട് ബിഗ് ബോസ് ഷോ കാണുന്ന പ്രേക്ഷകരെ പച്ചയ്ക്ക് വഞ്ചിക്കാൻ തന്നെ പറയാം. കാരണം അങ്ങനത്തെ ഒരു ആക്റ്റാണ് ഇപ്പോൾ 2 ദിവസങ്ങളിൽ, കുറച്ച് ദിവസങ്ങളിൽ അച്ഛനും മോളും സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ സംസാരിച്ചതിൽ ഇത്രയും നെഗറ്റീവാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവള് പുറത്ത് വന്നിട്ട് അച്ഛന് വയ്യാത്തതിന്റെ കരച്ചിലല്ല അവള് കരയുമ്പോഴും പറയുന്നത് ഞാൻ കമ്മിറ്റഡ് ആണ്, ഞാൻ കമ്മിറ്റഡ് ആണ്. അച്ഛനും മോളും സംസാരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഈ ബിഗ് ബോസിന്റെ പരിപാടി കഴിഞ്ഞില്ലേ? അല്ല, അച്ഛനും മോളും അതെന്താന്ന് അറിയോ കൂട്ടേടാ, പല ബിഗ് ബോസിലും പല സീസണിലും ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ അല്ല, അതൊക്കെ ഡിഫറെന്റാ. അതായത് ഇപ്പൊ ചിലവർ പറയണു അസുഖം വന്നിട്ട് പോയി തിരിച്ചു വന്നില്ലേ, അത് അസുഖം വന്നിട്ട് നിവർത്തിയില്ലാണ്ട് പോണതാണ്. സെക്കൻഡ് പിന്നെ അച്ഛനും ആർക്കോ വയ്യാന്ന് പറഞ്ഞിട്ട് തീരെ സുഖമില്ല, വയ്യാന്നല്ല എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് പോണ്ടി വന്നിട്ടുള്ളവരുണ്ട്. അല്ലാണ്ട് ഒരു പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് അച്ഛന് സുഖമില്ല, അച്ഛന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബിഗ് ബോസിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ കോൺവെർസേഷൻ ഇവർ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. എന്താണെന്നറിയോ, ഇത് 1-2 സംഭവം എന്താ വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. എൻ്റെ ഒരു പോയിന്റ് എന്താ പറയുക, അടിസ്ഥാനമായിട്ട് ബിഗ് ബോസ് വളരെ ചീപ്പ് പരിപാടിയാണ് കാണിച്ചത്. ഓക്കെ, ഇത് ജാസ്മിൻ ജാഫറിനെ ബിഗ് ബോസ് മനുഷ്യത്തുണ്ടെങ്കിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഒരു സീസൺ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യത്തിന്റെ പേര് മനുഷ്യത്വം പോയിട്ട് ഒന്നും കാണിച്ചിട്ടില്ല. അതിന് മുമ്പേ ഉണ്ടായിരുന്നു രജിത് സാറ്, അന്നും മനുഷ്യത്വം കാണിച്ചിട്ടില്ല. ഇതിപ്പോ ഇവൾക്ക് മാത്രമേ ബിഗ് ബോസ് ജാസ്മിൻ ജാഫറിന് വേണ്ടിയിട്ട് മാത്രമാണ് ബിഗ് ബോസ് മലയാളം ഉണ്ടാക്കിയിരിക്കുന്നത്. ജാസ്മിൻ ജാഫറിന് മാത്രം ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇപ്പൊ എന്താന്ന് വെച്ചാൽ 2 പേരും വളരെ നല്ല രീതിയിൽ കളിക്കും. അതായത് മനസ്സിലായല്ലോ, നെഗറ്റീവാണ് ഏകദേശം എന്ന് മനസ്സിലായി. പിന്നെ അപ്പൊ ഇനി നല്ല രീതിയിൽ കളിക്കാം. അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പൊ അവളെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു. അത് ഞാൻ ഫുൾ കണ്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യാട്ടോ. അത് ഫുൾ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച സംഗതികളുണ്ട്. ഒരു കാര്യമുണ്ട് കേട്ടോ, ജാസ്മിൻ്റെ ഒക്കെ ഈ പ്രോബ്ലത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോന്റെ അടിയിൽ കുറച്ച് പേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. അറ്റാക്ക് വയ്യാതെ വന്ന ആള് അപ്പുറത്ത് കടയിൽ എന്തോ പപ്സ് കഴിക്കണമെന്നൊക്കെ. സത്യമാണോ? ഇനി ശരിക്കുള്ള വയ്യായി ആണെങ്കിൽ ദൈവം അത് മോശമാണ്, ഈ പറയണേ പാടില്ല. പക്ഷെ നമുക്ക് അറിയില്ല, നമുക്ക് ഡൗട്ട് തോന്നിപ്പോവാണ്. കാരണം അത്രയും നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഇത്രയും നെഗറ്റീവ് ആയതുകൊണ്ട് അച്ഛന് അസുഖം കൂടിയതാണോ എന്നും അറിയില്ല. ഇന്റർവ്യൂ നമുക്ക് പിന്നെ റിയാക്ട് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എന്താ പറയുക, എന്ന് വന്നിട്ടുള്ള ബോഡി ലാംഗ്വേജ്, പൊതുവേ ജാസ്മിൻ ജാഫറിൻ്റെ മുഖത്ത് കംപ്ലീറ്റ് അഹങ്കാരമാണ്. അത് വ്ളോഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും വീഡിയോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അഭിപ്രായം പറയുമ്പോഴാണെങ്കിലും ബിഗ് ബോസിലാണെന്നുണ്ടെങ്കിലും എല്ലാം അത് തന്നെയാണ്. ഓക്കെ, ആ അഹങ്കാരത്തിൻ്റെ സിറ്റുവേഷനിൽ ഇന്ന് എന്ത് സംഭവിച്ചു, ഇന്ന് ഈ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞെത്തിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ജാസ്മിൻ ജാഫറിനെ അഹങ്കരിക്കാം. കാരണം ജാസ്മിൻ ജാഫർ അഹങ്കരിക്കണം. റീസൺ എന്താ വെച്ചാൽ അതിനുള്ള അഹങ്കരിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു മാർഗ്ഗം അവിടെ ഉണ്ട്. കാരണം എന്താ പറയുക, ബിഗ് ബോസ് പോലും സപ്പോർട്ടാണ്, പിന്നെ അഹങ്കരിച്ചൂടെ? ബിഗ് ബോസ് പച്ചയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്തില്ലേ? പിന്നെ അത് മാത്രമല്ല, അതിന് ഇനിയിപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാണെന്നുള്ള കണ്ടീഷനിലാണ്. ഞാൻ സീരിയസ്ലി എന്താ അറിയോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ ഉണ്ട്. ബിഗ് ബോസ് സങ്കടം നമ്മൾ കാണുന്നവരോട് മാത്രമല്ല, അതിന്റെ ഉള്ളിലുള്ള കുറെ അവരോടാണ് കാര്യമായിട്ട്. കാരണം അവരോട് ഇവര് പറഞ്ഞുണ്ടാക്കി കൊടുത്തു, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇമേജ് വന്നത്. അപ്പൊ അവർക്ക് അത് വിശ്വസിക്കുകയല്ലേ ചെയ്യുള്ളൂ. പിന്നെ അവർക്ക് അറിയില്ലല്ലോ ഇവളിനി ഇതെല്ലാം അറിഞ്ഞിട്ടുള്ള കളിയാണെന്നൊന്നും. അപ്പൊ അതിലൊരു വിഷമം തോന്നുന്നു, അവരോടാണ് എനിക്ക് വിഷമം തോന്നുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ അറിയോ, ഇന്നത്തെ ഈ ഒരു ഇഷ്യൂ കാരണം ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് പറ്റ വെറുത്തു. സീരിയസ്ലി
പിന്നെ റിവ്യൂ ചെയ്യേണ്ട സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ ഒരു സാധാരണ പ്രേക്ഷകനാണെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ബിഗ് ബോസ് ഒന്നും കാണില്ലായിരുന്നു. പക്ഷെ നമുക്ക് റിവ്യൂ ചെയ്യേണ്ട സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് ഇന്ന് ബിഗ് ബോസ് കണ്ടത്. പക്ഷെ അത് തിരുത്തി കുറിച്ചു ആ എപ്പിസോഡ് കേട്ടോ. എപ്പിസോഡിനെ കുറിച്ച് അല്ല, അത് തിരിച്ചു കുറിച്ചു. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ മിസ്സായി പോയി. ഇതോ എന്താ പറയുക വെച്ചാൽ, ഞാൻ ഈ ഒരു ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ കാണാതിരുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടോ, നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ വളരെ എന്താ പറയുക, ഒരു എല്ലാം കൂടി ഒന്ന് പാച്ചപ്പ് ചെയ്യുന്ന ആർക്കും ഒരു പ്രശ്നം വേണ്ടെന്നുള്ള രീതിയിൽ ആക്കി തീർക്കുന്ന ഒരു നാടകം, ഒരു പൊറാട്ട് നാടകമാണ് ലാലേട്ടനിലൂടെ ബിഗ് ബോസ് കളിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ ബിഗ് ബോസിനെ വന്നിട്ട് ഒരു അശരീരിയും എന്നൊരു മനുഷ്യത്വത്തിനെ പറ്റി പറയുന്നു. അതിന് ഇത് ഈ പറഞ്ഞ തന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ സീസണിൽ ഡോക്ടർ റോബിനെ കണ്ട സമയത്ത് ഏത് അടുപ്പിലായിരുന്നു മനുഷ്യത്വം. അതേപോലെ ഒരു കയ്യബദ്ധം, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞിട്ട് ആ രജിത് സാർ അന്ന് സ്റ്റേജിൽ നിന്നത് മുഖം മറക്കാൻ കഴിയില്ല, കണ്ണിൽ മുളക് അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. അതെ, ഫസ്റ്റ് അതാണ് പറയേണ്ടത്. റോബിനെ പറയണേക്കാളും മുന്നേ പറയേണ്ട രജിത് സാറിന്റെ കേസാണ്. അന്നൊന്നും ഇല്ലാത്ത മനുഷ്യത്തെ അവിടെ പോയി. രണ്ടാമത്തെ കാര്യം, മഞ്ജു റോബിൻ ഒന്നും ചെയ്യാണ്ട് റോബിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഓരോരുത്തരും വിഷമിച്ചു. ഇതിപ്പോ കല്യാണം നിശ്ചയിച്ചു വെച്ചൊരു കേസ്. മഞ്ജു പത്രോസിന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു? മഞ്ജു പത്രോസ് ഏറ്റവും കൂടുതൽ ശരിക്കും ചോദിക്കുന്നത് അന്ന് മഞ്ജു പത്രോസിനോടും ആര്യനോടും ഒന്നും, ആര്യയൊക്കെ കഷ്ടത്തിലായിരുന്നു. കാരണം ആര്യയുടെ അതിന്റെ ഉള്ളിലത്തെ ബിഹേവിയർ കുറച്ച് മോശമാണ് സൂചന. ആദ്യം തന്നെ അവർക്ക് ഇതുപോലെ കൊടുത്തിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യില്ലായിരുന്നു. ആര്യയുടെ പോലെയല്ല ഈ മഞ്ജു പത്രോസിനെയും അതിലുള്ള വേറൊരു പയ്യൻ കണ്ടസ്റ്റന്റിനെയും വെച്ചിട്ട് വളരെ മോശമായിട്ടാണ് പുറത്ത് സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരുന്നത്. മഞ്ജുവിനൊരു ഹസ്ബൻഡ് പുറത്തുണ്ടായിരുന്ന, ഒരു കുട്ടിയുണ്ട്, ഒരു മകനുണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ടുള്ള സ്ത്രീ, ഒരു മകനുള്ള സ്ത്രീ അതിനുള്ളിൽ ചെന്നിട്ട് സംഭവം കാണിക്കുന്ന സമയത്ത് അവരും ഇതേപോലെ കയ്യും കാലിട്ട് അടിച്ചിട്ടുണ്ടാവുമല്ലോ. മീനിനെ പുറത്തേക്ക് എടുത്ത് വെള്ളത്തിലിട്ട് കൈയും കാലും അടിക്കുന്ന പോലെ ഈ ഫാമിലി അന്ന് ബുദ്ധിമുട്ടുണ്ടാവും. അവർക്കൊന്നും ഇല്ലാത്ത നീതിയാണ് ഇപ്പോൾ ഈ സീസൺ 6 വന്നിട്ടുള്ള ജാസ്മിൻ ജാഫറിനെ പിന്നെ എന്താ പറയുക, വിജയി ആക്കണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റഡ് ആണ് ഇത്, മൂടായിപ്പാണ്, അതെന്താണെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞത് അഹങ്കരിക്കാനും ആറ്റിറ്റ്യൂഡ് ഇടാനുള്ള പവറുണ്ട്. കാരണം ബിഗ് ബോസ് കൂടെയാണ്. കാരണം മഞ്ജു പത്രോസിനെ കഴിഞ്ഞതിൽ ഈ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും അവർക്ക് ഇതാക്കി കൊടുത്തിരുന്നെങ്കിൽ ആ സമയത്ത് നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല. അവർക്കൊരു സൂചന അവർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആക്കി കളഞ്ഞവരൊക്കെ. അത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമില്ല. അത് പറയാതിരിക്കാൻ വയ്യ. എന്താണെന്നുണ്ടെങ്കിലും എപ്പിസോഡ് തുടങ്ങിയത് മുതൽ എപ്പിസോഡിൻ്റെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. എപ്പിസോഡ് അടിപൊളിയായി കേട്ടോ, സീരിയസ്ലി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആദ്യം ബിഗ് ബോസ് കുറച്ച് സോഫ്റ്റ് ആയെങ്കിലും അത് മനസ്സിലാവരുന്നില്ല പ്രേക്ഷകർക്ക്. ആ ഒരു രീതിയിൽ പിന്നീട് ഇവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് പുറത്തേക്ക് കൊണ്ടുവന്നു. എസ്പെഷ്യലി അവരെ ബോധിപ്പിച്ചു, ഉള്ളിലുള്ളവരെ ബോധിപ്പിച്ചു ഇതാണ് സംഭവം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുകയാണ്, വിളിച്ചൊരു സംഭവം, വിളിച്ചിട്ട് അതിനുള്ള പറഞ്ഞ സംഭവം നമുക്കറിയില്ല, നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഏഷ്യാനെറ്റും കൂടി അറിഞ്ഞിട്ട് കളിച്ച കളിയാണോ, അതോ ഇനി ഇയാൾ സംസാരിച്ച സമയത്ത്, അച്ഛൻ സംസാരിച്ച സമയത്ത് എന്തെങ്കിലും ഹിൻഡ് കൊടുത്താണോ എന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ 2 ആഴ്ച കൊണ്ട് അവരവിടെ കളിച്ച കളി ഒരു നല്ലൊരു ശതമാനം ഓഡിയൻസിന്, ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടുള്ള അതിനുള്ളിൽ പോയൊരു വ്യക്തിക്ക് ഇനിയിപ്പോൾ എന്ത് PR വർക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യം ഷുവറാണ്, സപ്പോർട്ട് നിൽക്കാൻ നല്ലോണം കുറഞ്ഞ്. ഞാൻ പേഴ്സണലി നമ്മൾ വരെ ജാസ്മിൻ ജാഫർ ഉള്ളിൽ വരിക എന്ന് പറഞ്ഞ സമയത്ത് ജാസ്മിൻ നല്ലൊരു സ്ട്രോങ് പ്ലെയറാണ്, നല്ലൊരു എല്ലാവർക്കും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ലേഡി, ഒരു പെൺകുട്ടി, ഇത്ര പ്രായത്തിലുള്ള പെൺകുട്ടി അതിനെ സപ്പോർട്ട് ചെയ്യാൻ സീരിയസ്ലി അല്ലേ ഇതോ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണല്ലോ. കാരണം അത് ജാസ്മിൻ ജാഫർ അത്യാവശ്യം നല്ല വിജയിക്കും എന്നുള്ള ആ ഒരു ഇതും കൂടി ഉള്ള ആളായിരുന്നു. അത് ഈ കോലത്തിൽ ആക്കിയെടുത്തു. ഒന്നത്. രണ്ടാമത്തെ കേസ് ഇതോ ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. എനിക്ക് മിസ്സായതൊന്നും അറിയില്ല കേട്ടോ. അതിന് മുന്നത്തെ സീസണിൽ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. അതായത് ജാസ്മിൻ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രേക്ഷകർ, അതായത് പുറത്ത് കാണുന്നുള്ള ജനവികാരം, അത് പുറത്തേക്ക് വരുന്നത് ഒരുവിധം നമ്മളെപ്പോലുള്ള ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നവരാണ്. ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിൽ മെജോറിറ്റി ആൾക്കാരും ജാസ്മിനാണെന്നുണ്ടെങ്കിലും ഗബ്രി ആണെന്നുണ്ടെങ്കിലും ഇവർ 2 പേരും ഇത് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് തുള്ളി പോലും ന്യായീകരിക്കാത്ത രീതിയിൽ എല്ലാവരും പ്രതികരിച്ചിട്ടുള്ളത്. ഇതാണ് കമൻറ്റ് ബോക്സും വന്നിട്ടുള്ളത് അല്ലേ. ഇതേ സംഗതി ഇന്ന് അവിടെ അതിൻ്റെ ഉള്ളിൽ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നും കണ്ടു അല്ലേ. പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇയാൾ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അതിനൊക്കെ ഒരു കയ്യടി സപ്പോർട്ട് അവിടെ കണ്ടു. രണ്ടും പറയണം. ഓൺ ദ സെയിം ടൈം റോക്കി സംസാരിച്ച സമയത്ത് റോക്കിയുടെ ഇടി സംഭവം കൂടി വളരെ ക്ലിയർ ആയിട്ട് ഓഡിയൻസ് അവിടെ കൈയടിച്ചു. അത് കൈയടിച്ച് നന്നായി. അത് ഓഡിയൻസിന് നമുക്ക് പറയാനുള്ള ആഗ്രഹം, റോക്കി നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, റോക്കി അവിടുന്ന് ഇങ്ങനെ വല്ല പൊട്ടത്തിനും കണ്ടി പോവരുത്. അതുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞത് വളരെ നന്നായി, അത് നല്ലതാണ്. ഞാൻ പറഞ്ഞു ഈ ജാസ്മിന്റെ കേസ് തന്നെ ഇതുപോലെ വാപ്പ വിളിക്കുന്നതൊക്കെ നല്ലത്. ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ജാസ്മിൻ ഒരു വാണിംഗ് ലാലേട്ടനാണ് വാണിംഗ് കൊടുക്കേണ്ടത്. ഒരു പറഞ്ഞ് ഇതേപോലെ ഒരു
ഹിന്റ് കൊടുത്തിരുന്നെങ്കിൽ മനസ്സിലാവും. ഇപ്പൊ റോക്കിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ ചെയ്യണത് ഒരു അബദ്ധമാണ്. സ്ത്രീകളെ എന്താ അറിയോ, അത് വളരെ സ്ട്രോങ് അടിക്ക്, ഞാൻ അടിച്ചിട്ടേ വരുള്ളൂ എന്തോന്ന് പറഞ്ഞ സമയം നിങ്ങൾ അടിക്കരുത് ഒത്താണ് ഞാൻ അടിച്ചിരുന്നു പറഞ്ഞില്ലേ. സീരിയസ്ലി ഇവിടെ ആയതുകൊണ്ട് ലാലേട്ടാന്ന് പറഞ്ഞു. അത് അധികം ഹൈലൈറ്റ് ചെയ്തിട്ടോ എപ്പിസോഡ്. നിങ്ങൾ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, ഇല്ലെങ്കിൽ ഒന്നും കൂടി ഹോട്ട്സ്റ്റാർ എടുത്ത് കാണാൻ നാളെ. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ആരാരൊക്കെ ഇതേമാതിരി ലാലേട്ടൻ വരുന്ന സമയത്തും സംസാരിച്ചിരുന്നല്ലോ, ഞാൻ അടിച്ചിരുന്നു, കാരണം പുറത്തായിരുന്നെങ്കിൽ ഞാൻ അടിച്ചിരുന്നുള്ളൂ. സ്ട്രോങ് കണ്ടക്ഷനാണ്. റോക്കി അതിനുള്ളിൽ വേണം. എങ്ങനെ ടോപ്പ് 5 റോക്കിക്ക് അർഹത ഉണ്ട്. അതിനിടയ്ക്ക് ഇതുപോലെ പൊട്ടത്തരങ്ങൾ കാണിച്ചിട്ട് പോവാതിരുന്നാൽ മതി. പക്ഷെ റോക്കി ആ കാണിച്ച പൊട്ടത്തരം കൊണ്ട് പല ചാനൽസും പറഞ്ഞു കേട്ട് എവിക്റ്റ് ആവും, അങ്ങനത്തെ പല സിറ്റുവേഷനും പറഞ്ഞു കേട്ടു. പക്ഷെ അതൊന്നും സംഭവം നോമിനേഷൻ ഒന്നും വിഷയമല്ല. നാളെ എലിമിനേഷൻ റോക്കിനൊന്നും എലിമിനേറ്റ് ചെയ്യില്ലെന്ന്. എന്നാ പിന്നെ റോക്കിനൊന്നും എലിമിനേറ്റ് ചെയ്യില്ല. ഇവിടെ ജാസ്മിൻ ജാഫർ എത്ര സംഭവം ഉണ്ടായിട്ട്, ജാസ്മിൻ ഇത്രയൊക്കെ സംഗതികളുണ്ടായിട്ടും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ പൊതുവെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. മെയിൻ ആയിട്ട് ആ ഐസ്ക്രീമിന്റെ കാര്യമൊക്കെ ചോദിച്ചത് ഭയങ്കര നന്നായി. കാരണം ഗബ്രിക്ക് നല്ല കിട്ടി. ഗബ്രിക്ക് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. ഇനി ഗബ്രി എനിക്ക് തോന്നുന്നു ഈ ആണുങ്ങളുടെ കൂടി ഫ്രണ്ട്സ് ആയി ഇനി ഒരു മാറ്റം വരും ഗബ്രിക്ക്. പക്ഷെ അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഗബ്രി നല്ലവനാവും. പക്ഷെ നല്ല അത് രസമില്ല അതില്. ഈ ആള് പുറത്തുനിന്ന് പറഞ്ഞെടുത്ത് നന്നാവണേൽ എന്താ രസമല്ലേ. ഓക്കെ, നമുക്കിതിൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഈ പ്രേക്ഷകർക്ക് എന്റർടൈനിങ് ആയിട്ടൊരു ഷോ കിട്ടിയാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ചെയ്ത് കാണുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നിപ്പോകും അയ്യേ അതെന്തുകൊണ്ടാണെന്നറിയോ, നമ്മളെ പിന്നെ അമ്മാവനും അമ്മായി ഒന്നും അതിൻ്റെ ഉള്ളിൽ കളിക്കണോണ്ടല്ല. നമ്മൾ കാണുന്ന 19 പേര് ഒരേപോലുള്ള ആൾക്കാരായതുകൊണ്ടാണ്. അതിൽ ഒരാൾക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ള കെയർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഫീൽ ചെയ്ത് പോകും. വാട്ട് എവർ. ഒന്നത്. രണ്ടാമത് ജിൻഡോ അടിപൊളി. സീരിയസ്ലി ജിൻഡോനെ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു. കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിച്ചൊരു വ്യക്തിയാണ് ജിൻഡോ. അത് കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോന്റെ വായന്ന് എന്തൊക്കെയോ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ജിൻഡോ ആയിരുന്നു എന്തിനാ പറയണ, ബിഗ് ബോസ് വിളിക്കുക വരെ ചെയ്തു. ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വാർണിംഗ് വരെ കൊടുത്ത മനുഷ്യനാണ്. പക്ഷെ ഈ ആഴ്ച ഈ ഒരൊറ്റ വീക്കില് അടിപൊളിയായി. പിന്നെ ഒരു നിഷ്കളങ്കത അയാൾക്ക് ഉണ്ട് കേട്ടോ. അത് അയാൾ ഉണ്ടാക്കണതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയാൾ അങ്ങനെയാണ്. അയാൾ സാധാരണ പോലെ ഇപ്പൊ ലാലേട്ടനായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴും കൂടി ആ ഒരു ഇന്നസെൻസ് ഉണ്ട് അയാൾക്ക്. അത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഏതായാലും നിഷാന എവിക്റ്റ് ആയി എന്നോ പോകേണ്ടതായിരുന്നു. പോയില് വിഷമമില്ല. പിന്നെ മാത്രമല്ല നിഷാനയുടെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ മിണ്ടാണ്ട് അങ്ങനെ ഇരിക്കുക, നല്ല രീതിയിൽ നിൽക്കണം, അങ്ങനെയൊക്കെ ഒരു തോന്നല. കഴിയില്ല, ഒരു പാവാ തോന്നുന്നു. അതിന് അങ്ങനെയൊന്നും കഴിയില്ല. പിന്നെന്താ വെച്ചാൽ പിന്നെ ഒരു ചെറിയൊരു സംഭവം ഒരു പക്ഷേ ചിലപ്പോൾ തുറന്നു പറയുന്ന ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്കൊരു വിഷമം തോന്നിപ്പോയത്. റോക്കി സിജോനോട് സംസാരിച്ചത് ഇതില്ലേ, അത് സിജോ ആരാണ് സമരത്തിന് മുൻകൈ എടുത്ത ചോദിച്ചപ്പോ സിജോയും റോക്കിയും ഒരുപോലെ ഹാൻഡ് റൈസ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് റോക്കി പിന്നെ ആരാ നോക്കില്ല. നല്ല കാര്യമാണ്. ആരാ നോക്കാതെ എന്താ പറയാ മുഖത്തടിച്ച പോലെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ സിജോ പാവട്ടോ, റോക്കി ആയതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കരമായിട്ടൊന്നും ദേഷ്യപ്പെട്ടില്ല. ഞാൻ എന്താടാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞെന്നുള്ള രീതിയിലേക്ക് സംസാരിച്ചത്. പിന്നെ വേറെ സംഭവം, നാളെ തൊട്ടെന്താ യോഗ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വഭാവം മാറ്റണം എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടു. എന്തിനാണ് ഈ സ്വഭാവം മാറ്റണം? ഇവരൊക്കെ നല്ല കുട്ടികളാക്കാൻ, ദേഷ്യം കുറയ്ക്കാൻ. ദേഷ്യം ഞാൻ പറയട്ടെ സീരിയസ്ലി, എന്താ എൻ്റെ ഒരു അഭിപ്രായം അറിയോ, എന്തിനാ ഇവര് ദേഷ്യം കുറയ്ക്കണം? അവരുള്ള പരിപാടി ചെയ്യട്ടെ. അത് ദേഷ്യം ഒന്ന് കുറച്ചിട്ട് ഈ ഇങ്ങനെ ഓടിപ്പോയിട്ട് ഇടിക്കലും പരിപാടിയൊന്നും വേണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് മാത്രമല്ല ലാലേട്ടൻ വേറെ സംഗതി പറഞ്ഞു. എല്ലാ പ്രാവശ്യവും നമ്മൾ ചിന്തിക്കുന്ന കാര്യം, രണ്ടാൾ അടിക്കാൻ പോകുമ്പോൾ എന്തിനാ മൂന്നാമത്തെ ആൾ അതിൻ്റെ ഇടയിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അടിക്കാന്ന് വെച്ചാൽ അടിക്കട്ടെ ആയിരിക്കും, രണ്ടിനും മാറി നിൽക്കട്ടെ അല്ലേ. സത്യം പറഞ്ഞാൽ വേറെ സംഭവം കേട്ടോ. ഇന്നിപ്പോ റോക്കി സംഗതി ജാസ്മിന്റെ മുന്നിൽ നിന്ന് അറിയും. എന്താ കാരണം എന്നറിയോ, അടിക്കട അറിയുമ്പോൾ നീ അടുത്തേക്ക് വരാറുമ്പോൾ നിന്നെ അടിക്കുന്നുള്ള ചെന്ന് റോക്കി ഷൂ എന്നുള്ള തിരിച്ചു വരേണ്ടത്. അപ്പോൾ ജാസ്മിൻ ജാഫർ അതിനുള്ളിൽ വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്. കളിച്ചതൊരു നമ്പർ 2 കളിയായി പോയി ഫസ്റ്റ് 2 വീക്സ്. എന്താണെന്നുണ്ടെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്നുള്ള ഫാമിലീസ് ഇപ്പോഴും ജാസ്മിൻ സംസാരിക്കുക എന്താ ഞങ്ങൾ അതിന് മാത്രം ചെയ്തത്, എന്താ ഉണ്ടായത് ഒന്നും അറിയില്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇതും കാര്യങ്ങൾ അറിഞ്ഞാലും നന്നായി കളിച്ചാൽ മതി. ഏതായാലും എന്താ പറയുക, നമുക്ക് ആ ഷോൻ്റെ ഒരു സംഭവം ഏകദേശം ഇതോടുകൂടിയും ക്ലിയർ ആയി. പക്ഷെ എന്ന് വെച്ചിട്ട് ആൾക്കാർ ബിഗ് ബോസ് കാണാതിരിക്കുന്നില്ല. ബിഗ് ബോസ് എല്ലാവരും കാണും, അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതൊന്നും? പിന്നെ സ്പെഷ്യൽ എല്ലാ ഹൗസിലും എല്ലാവരും ഇവർക്കെതിരെ തിരിയല്ല. അവരെല്ലാ കാര്യങ്ങളും അവരുടെ അഭിപ്രായം അർജുനൊക്കെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു. അർജുൻ പറഞ്ഞു റിസോർട്ട് പോലെയാണ് അവർക്ക്. എല്ലാവരും വളരെ സൂപ്പറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അത്യാവശ്യം നടക്കണില്ലാത്തൊരു എപ്പിസോഡായിരുന്നു. ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി എവിക്ഷൻ ഉണ്ടാവുമോ എന്നറിയില്ലല്ലോ. ഉണ്ടാവില്ല തോന്നുന്നു, ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. എന്താണെന്നുണ്ടെങ്കിലും പ്രോമിസിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. എല്ലാവരും ഒറ്റയ്ക്ക് നിന്നിട്ട് തന്നെ കളിക്കട്ടെ. ആവശ്യമില്ലാത്ത ട്രാക്കുകളും പരിപാടി, ഇനി ലവ് ട്രാക്ക് പിടിച്ചോട്ടെ, കുഴപ്പമില്ല.
പക്ഷെ ലവ് ട്രാക്ക് പിടിക്കുന്ന സമയത്തും ഞങ്ങൾ തമ്മിൽ ഇതാണ് അതാണ് എന്നുള്ള രീതിയിൽ ഉറപ്പ് വരും. ഒരു വീഡിയോ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ 10 വട്ടം കോട്ടായിട്ട് പോട്ടെ. ഓക്കെ, എന്താ ചെയ്യുക. അപ്പോൾ അത്രത്തിനുള്ള വീഡിയോ അല്ലേ ഇത്. അപ്പോൾ അടുത്ത നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് അതാണ് വേണ്ടത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. ഞങ്ങൾ ബേസിക്കലി എൻ്റെ ഒരു സംഗതി ഇത്രയുള്ളൂ. ഇതോ ഈ ബിഗ് ബോസ് കാണിച്ച് ശരിയായില്ല. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു മാറ്റം, ഒരു പക്ഷേ ചിലപ്പോൾ ഒരു മാറ്റി പിടിക്കാമെന്ന് ഉദ്ദേശിച്ച ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മാറ്റിയിട്ട് മാറ്റുക എന്നുള്ളത് അറിയില്ല. ഒരു പക്ഷേ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ പാട്ട് മറക്കരുത്. ഏത് ലോകത്തിൻ ഗതി അറിയാതെ ബിഗ് ബോസേ അല്ലേ, ലോകത്തിൻ ഗതി അറിയാതെ. ശരി, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.